ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അസൈൻമെൻറ്റും സെമിനാറും ഒക്കെ ചെയ്യാണ്ടാവാറില്ലേ. ഒരു അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ബോർഡേഴ്സ് എങ്ങനെ വരക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പോൾ ബോർഡേഴ്സ് എങ്ങനെ വരക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ. ഇനി നമുക്ക് എന്താവശ്യം? കവർ പേജ് എങ്ങനെ ചെയ്യാന്നുള്ളതും നിങ്ങൾക്കറിയാം. കവർ പേജ് വെച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് പേജ് എന്താ വെക്കാറ്? സെക്കൻഡ് പേജിൽ നമ്മുടെ ഈ അസൈൻമെന്റിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളതൊന്ന് എഴുതി വെക്കണ്ടേ. എന്ന് വെച്ചാൽ അസൈൻമെന്റിന്റെ കണ്ടന്റ്സ് എഴുതാനുള്ള പേജ്. കണ്ടന്റ്സോ ഇൻഡെക്സോ ടൈറ്റിൽസോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ സെക്കൻഡ് പേജും നമ്മൾ ഒട്ടും മോശം വരുത്തണ്ട. അവിടെയും നമുക്ക് നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കാം. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. ഇത് കണ്ടില്ലേ, ജെൽപെന്നെ എനിക്ക് നല്ല പണി തന്നോണ്ടിരിക്കുകയാണ്. തൊടുന്നോടത്തൊക്കെ മഷി പരക്കുന്നുണ്ട്. ഇത് പരന്ന ടെൻഷനിൽ ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കിയിരുന്നു, പിന്നെ ഓണാക്കാൻ മറന്നുപോയി. ഇവിടെ എത്തുന്ന വരെ വീഡിയോ ഓഫാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇത് ഇനി പോസ്റ്റ് ചെയ്യണോ വേണ്ടേന്ന് വരെ ഞാൻ ആലോചിച്ചു. എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, പിന്നെ നിങ്ങൾക്കും ഒന്ന് പറഞ്ഞുതരാന്ന് കരുതി. ജെൽപെൻ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒന്നും വരാതെ ശ്രദ്ധിച്ചോ. ഇതെന്തായാലും കൊളായി. ആ ജെൽപെൻ എന്നെ ചതിച്ചു. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട്, തുടങ്ങി വെച്ചാ അത് കൊളായാലും ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും. അതെന്തായാലും കൊളായ സ്ഥിതിക്ക് ഞാൻ ഒരു ഡിസൈനും കൂടിയും ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യത്തെ കുറച്ച് ശ്രദ്ധയോടെ ഇരുന്ന് ചെയ്യണമായിരുന്നു. രണ്ടാമത്തെ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റിയ ടൈപ്പാണ് ഞാൻ വരക്കണത്. ഈ ആദ്യത്തെ ഡിസൈന് കൊളായിപ്പോയി, രണ്ടാമത്തത് വരക്കാൻ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തതായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ഒരു ഇതാവും ഞാൻ വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് വരച്ചാൽ മതി. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റിന്റെ പിക്ചർ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ കാണിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് അയച്ചെന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമുക്കിനിയും ഗിവ് അവേസ് ഒക്കെ കൊടുക്കണം. നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിനാണ് ഇപ്പോൾ ലാസ്റ്റ് ഗിവ് അവേ കൊടുത്തത്. അപ്പോൾ ഇനി നമുക്കൊരു 50K ഒക്കെ ആകുമ്പോൾ നമുക്ക് അടുത്ത ഗിവ് അവേ കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ സെക്കൻഡ് പേജിൻ്റെ ഡിസൈൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.